അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ പ്രമുഖനായ ബഹുമാനപ്പെട്ട അലിയുൽ ഹബീബ് അബ്ദുല്ലാഹിബ്ൻ അഹ്മദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാനവരുകൾ വലിയ ദർസ് നടത്തിയിരുന്ന പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ അരികിൽ ധാരാളം മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിച്ചുകൊണ്ടിരുന്നു. വലിയൊരു ഇൽമിൻ്റെ ഉടമയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ അരികിൽ വന്ന് കുറച്ചു കൊല്ലം ഇൽമു പഠിക്കാൻ ഏതൊരു മനുഷ്യനും വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ ധാരാളം ശിഷ്യന്മാർക്ക് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആ ദർസിൻ്റെ വാതിൽ അരികിൽ വന്ന് ഒരാൾ നിന്നു, ഇൽമു പഠിക്കാൻ വേണ്ടി കൊതിയോടുകൂടെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു അത് ആരാണെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി ആ നാട്ടിലെ വലിയൊരു പണക്കാരൻ്റെ മകനാണ് വന്നത് എന്നും. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പറഞ്ഞു, മോനെ, നിനക്ക് ഇൽമു പഠിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം ഇൽമെന്ന് പറയുന്നത് അത് വലിയ സബുർ വേണ്ട കാര്യമാണ്. അത്ര പെട്ടെന്ന് ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങളൊക്കെ വലിയ പണത്തോടുകൂടെ സുഖത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ചവരല്ലേ, ഈ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ സഹിക്കുമോ? നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടി അവിടുന്ന് പറഞ്ഞു, ഇല്ല ഉസ്താദേ, എത്രമാത്രം കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ പഠിച്ചിരിക്കുമെന്നും ബഹുമാനപ്പെട്ടവരോട് വാശിയോടുകൂടെ അദ്ദേഹം വളരെ ആവേശത്തോടുകൂടെ വളരെ താല്പര്യത്തോടുകൂടെ അദ്ദേഹം ആ കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന് ആ കുട്ടി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നിനക്ക് എത്രമാത്രം സബറുണ്ട്, എത്രമാത്രം നിനക്ക് താഴ്മയുണ്ട്. പണക്കാർക്ക് ചിലപ്പോൾ കിബറുണ്ടാകുമല്ലോ, കിബറുള്ളവർക്കൊക്കെയും ഇൽമൊന്നും കിട്ടൂല. അപ്പൊ നിന്നൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മോനെ, നീ ഒന്ന് അങ്ങാടിയിലേക്ക് പോയിട്ട് ഇന്നാലിന്ന സാധനങ്ങൾ ആവശ്യമുള്ള അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബജാറിൽ പോയി ഒന്ന് നീ കൊണ്ടുവരുമോ എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ഇത് വലിയൊരു വിഷയമാണ്. പലപ്പോഴും നല്ല പണക്കാരുള്ള മക്കൾക്ക് അത് വലിയൊരു വിഷമുള്ളൊരു വിഷയമാണ്. വീട്ടിലേക്ക് സാധനം കൊണ്ടുവരിക, അല്ലെങ്കിൽ ദർസിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരിക, പള്ളിയിലേക്ക് സാധനങ്ങൾ ഖിദ്മത്തുകൾ ചെയ്യുക. പലപ്പോഴും മാതാപിതാക്കൾ തന്നെ എൻ്റെ മക്കളെ കൊണ്ട് ഖിദ്മത്ത് എടുപ്പിച്ചതാണോ എന്ന് ദേഷ്യപ്പെടുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴാണ് ആ കുട്ടി അതിന് തയ്യാറായി. കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് കൊണ്ടുവരാൻ സഞ്ചി വേണമല്ലോ. അതിനിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഉസ്താദ് പറഞ്ഞു, ഇല്ല മോനെ, സഞ്ചി എടുക്കാൻ പാടില്ല. നിന്റെ വസ്ത്രത്തിൽ കെട്ടിയിട്ട് ആ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ആ കുട്ടി സമ്മതിക്കുകയും ഉസ്താദ് പറഞ്ഞ എല്ലാ സാധനങ്ങളും തൻ്റെ വസ്ത്രത്തിൽ അതൊക്കെ പൊതിഞ്ഞുകൊണ്ട് ആ കുട്ടി ബഹുമാനപ്പെട്ടവരെ ഹദ്റത്തിലേക്ക് വരികയും അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽ ആന, ഈ സമയത്ത് നീ ഇൽമു പഠിക്കാൻ തരപ്പെട്ടവൻ ആയിരിക്കുന്നു, എൻ്റെ ഈ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ ആ കുട്ടിയോട് പറയുകയാണ്. ഇതിലൂടെ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്, ധാരാളം ചിന്തകളുണ്ട്. പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ ഇൽമു പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദർസിലേക്കോ ഏതെങ്കിലും ഉസ്താദിന്റെ കീഴിലേക്ക് അയക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മളെ വീട്ടിൽ വലിയ സൗകര്യങ്ങൾ കൊടുത്ത് അവരെ നാം വളർത്തിയവരായിരിക്കാം. പക്ഷേ ആ ദർസിൽ എന്തെങ്കിലും ചെറിയ കുറവുകളൊക്കെ വരുമ്പോഴേക്ക് എൻ്റെ മകന് അങ്ങനെ ആയിപ്പോയുള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാതാപിതാക്കളെ കാരണത്താൽ തന്നെ മക്കൾക്കുള്ള ഇൽമ നഷ്ടപ്പെടുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നാം കേൾക്കണം, മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ നല്ല ആലിമാകണമെങ്കിൽ, നല്ല ഇൽമുള്ളവരാകണമെങ്കിൽ മക്കളെക്കാൾ കൂടുതൽ നമുക്ക് മാതാപിതാക്കളായ നമുക്കാണ് സബർ വേണ്ടത്. അതേ കഷ്ടപ്പാടുകളുണ്ട്, അതൊക്കെയും അവർ പരിശീലിച്ച് അതൊക്കെയും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതൊക്കെയും അവർ അനുഭവിച്ച് ജീവിക്കുമ്പോഴേ പഠിക്കുമ്പോഴേ ഒരു നല്ലൊരു മുതഅല്ലിമാവുക, ആലിമാവുക എന്നതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള
ചരിത്രത്തിൽ നിന്ന് നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.